നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗി ആദിത്യനാഥിനെ മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യോഗിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ BJP അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് യോഗിയെ ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത്. എന്നാൽ ഡൽഹിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മൗര്യ തയ്യാറായതുമില്ല. നദ്ദ അധികം വൈകാതെ തന്നെ ഉത്തർപ്രദേശിലെ BJP അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൌധരിയുമായും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ മോശം പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ മാറ്റുന്ന പതിവ് BJPക്കുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം പ്രതീക്ഷിച്ചിരുന്ന UPയിൽ BJPയുടെ പ്രകടനം തീരെ ദയനീയമായതോടെയാണ് യോഗിയുടെ എതിരാളികൾ അദ്ദേഹത്തിന്റെ രക്തത്തിനായി മുറവിളി കൂട്ടി തുടങ്ങിയിരിക്കുന്നത്. അയോധ്യയിൽ പോലും പാർട്ടി തോറ്റതും പ്രധാനമന്ത്രി മോദിയുടെ ഭൂരിപക്ഷം കാര്യമായ തോതിൽ ഇടിഞ്ഞതും യോഗിയുടെ കഴിവുകേടാണ് എന്ന മട്ടിലാണ് പ്രചരണം ശക്തമാക്കിയിരിക്കുന്നത്. ഒരു പടി കൂടി കടന്ന് കഴിഞ്ഞ ദിവസം BJPയുടെ ഏകദിന സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ കേശവ് പ്രസാദ് മൗര്യ പ്രസംഗിച്ചത് യോഗിക്കെതിരെ മുള്ളും മുനയും വെച്ചായിരുന്നു. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെ വേദിയിലിരുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തിയത്. സർക്കാരിനേക്കാൾ വലുതാണ് പാർട്ടി. അതിന്റെ ഘടനയ്ക്കും കേഡർ സ്വഭാവത്തിനും സർക്കാരിനേക്കാൾ പ്രാധാന്യം നൽകും. എല്ലാ മന്ത്രിമാരും MLAമാരും മറ്റു ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരെ ബഹുമാനിക്കുകയും അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും വേണം. എന്റെ വാതിൽ എപ്പോഴും എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നുവെന്നും മൗര്യ പ്രസംഗത്തിൽ പറഞ്ഞു. സർക്കാരും ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ പൊതുപ്രശ്നങ്ങൾ അവഗണിച്ചാണ് പരാജയത്തിന് കാരണമെന്ന് യോഗത്തിൽ മൗര്യ തുറന്നടിച്ചതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അതിരുകടന്ന ആത്മവിശ്വാസമാണ് BJPയുടെ പരാജയത്തിന് കാരണമായിരുന്നതെന്നാണ് യോഗി യോഗത്തിൽ വിശദീകരിച്ചത്. പ്രതിപക്ഷത്തിന്റെ ദുഷ്പ്രചരണങ്ങളെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയാത്തതും പരാജയത്തിന് കാരണമായി എന്നും അദ്ദേഹം പറഞ്ഞു. തന്നെയും സർക്കാരിനെയും വിമർശിച്ചവർക്കുള്ള മറുപടി എന്ന നിലയിലായിരുന്നു യോഗിയുടെ പ്രസംഗം. തുടർന്ന് പ്രസംഗിച്ച നദ്ദ യോഗിയുടെ മികവുകളെ പ്രശംസിക്കുകയും ചെയ്തു. യോഗിയും മൗര്യയും തമ്മിൽ ഏറെക്കാലമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മന്ത്രിസഭയിലും MLAമാർക്കിടയിലും മൗര്യയ്ക്കാണ് സ്വീകാര്യത കൂടുതൽ. സ്വകാര്യ സംഭാഷണങ്ങളിൽ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം യോഗിയുടെ പ്രവർത്തന ശൈലിയിലെ പോരായ്മയാണ് എന്ന് പലരും വിമർശിക്കുന്നുണ്ട്. യോഗിയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിന് ഇടയാക്കി എന്നും അവർ പറയുന്നു. മോദി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു യോഗി. ആ നിലയ്ക്കായിരുന്നു യോഗിയെ കണ്ടിരുന്നത്. എന്നാൽ ഇതിൽ പാർട്ടിയിലെ ഉന്നതരായ ചിലർക്കു തന്നെ എതിർപ്പുണ്ടായിരുന്നു. യോഗിയെ ഇല്ലാതാക്കാനുള്ള അവസരങ്ങൾ എല്ലാം തന്നെ അവർ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. സംസ്ഥാനത്ത് BJPയുടെ ദയനീയ പ്രകടനത്തിന് കാരണം ഇവരാണ് എന്നാണ് യോഗി അനുകൂലികൾ കുറ്റപ്പെടുത്തുന്നതും. തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ സംസ്ഥാനത്ത് പാർട്ടിയുടെ ഗതി എന്താകുമെന്ന് ടെസ്റ്റ് ഡോസാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യോഗി നൽകിയതെന്നും ചിലർ പറയുന്നു. RSSുമായി ഏറെ അടുപ്പമുള്ള യോഗിയെ പാർട്ടിക്കുള്ളിൽ ഒതുക്കുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ലായിരുന്നു. RSSന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് യോഗി പ്രവർത്തിക്കുന്നതും. അതിനിടെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് BJPയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ RSS നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു.